മാസിലൂടെ സ്പേസിലേക്കോ? എന്താ ഇപ്പോൾ സംഭവം അല്ലേ? എന്താണാവോ? എന്തായാലും എന്തോ ഒന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളെ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ നമുക്ക് വേണം അല്ലേ? സോ കെമിസ്ട്രിയുടെ ഒരു ബേസിക്കായ സാധനത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ലക്ഷ്യം. ഓക്കെ അല്ലേ? സോ കെമിസ്ട്രി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ, മാസ്, സ്പേസ് എന്നുള്ളതൊക്കെ അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ എന്താ ഫിസിക്സിൻ്റെ പാർട്ടാണല്ലോ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കെമിസ്ട്രിയിൽ ചില സാധനങ്ങൾ ഫിസിക്സിൽ വരും, ഫിസിക്സിൽ കണ്ടത് ഇതല്ലേ അന്ന് കെമിസ്ട്രിയിൽ കണ്ടത്, അങ്ങനെ തോന്നാറുണ്ടല്ലേ? അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാസിനെയും സ്പേസിനെയും കുറിച്ച് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വലിയ കാര്യത്തെക്കുറിച്ചും നമുക്കിന്ന് പറയാനുണ്ട്. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. സോ എന്ത് ചെയ്യാം, നോക്കി നോക്കാം അല്ലേ? ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള നിങ്ങളുടെ ഒരു മുൻ പരിചയം, ഒരു മുൻ ധാരണ നോക്കട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലേ? നിൽക്കാൻ ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തോ ഒന്ന്. എങ്ങനെ? ഒരു പുകയാണല്ലോ അല്ലേ? എന്തോ ഒന്നാണ്. എന്തുണ്ടതിന്? ഒരു സ്പേസ് വേണം. സ്പേസ്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ, ഞാൻ മുർഷിദ് സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്. എനിക്ക് സ്പേസ് വേണം, നിർബന്ധമായിട്ട് സ്പേസ് വേണം. സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഒരു ചെറിയ ഇത്ര രീതിയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിലേക്ക് എനിക്ക് കയറാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, എനിക്ക് അതിലേക്ക് കയറാനുള്ള സ്പേസ് പോരാ. എനിക്ക് ആ സ്പേസ് പോരാ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് വേണം, ഒരു നിശ്ചിതമായ സ്പേസ് എനിക്ക് വേണം, ഡെഫിനിറ്റായ സ്പേസ് വേണം അല്ലേ? ഇനി എനിക്ക് മാസ് ഉണ്ടല്ലോ, ഒരു വെയിറ്റ് എനിക്കുണ്ടല്ലോ അല്ലേ? ഒരു വെയിറ്റ് ഉണ്ടാവാൻ കാരണക്കാരനായ ഒരു മാസ് എനിക്കുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നെക്കുറിച്ചാണോ? എനിത്തിങ്, എന്തോ ഒന്ന്, അങ്ങനെയാണോ? എന്തോ ഒന്ന്, എന്ത്? സ്പേസും മാസും ആവശ്യമുള്ള എന്തോ ഒന്ന്, അങ്ങനെയാണോ? അറിയില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ലെറ്റ് മീ തിങ്ക് അല്ലേ? എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? യെസ്, നമ്മളെ മക്കളെ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതാണ് മാറ്റർ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ഉള്ളൊരു ചാപ്റ്റർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചാപ്റ്റർ അതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മുർഷിദ് സാർ എന്താണ്, ഒരു മാറ്ററാണ്. കാരണം എന്താ, മുർഷിദ് സാറിന് നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട്, ഒരു സ്പേസ് ആവശ്യമുണ്ട് അല്ലേ? മുർഷിദ് സാറിന് എന്തുണ്ട്, ഒരു മാസ് ഉണ്ട് അല്ലേ? ഈ കപ്പിന് എന്തുണ്ട്, ഒരു മാസ് ഉണ്ട് അല്ലേ? വെയിറ്റ് നോക്കിയാൽ എന്തുണ്ട്, ഇതിന് വെയിറ്റ് ഉണ്ടാവില്ലേ? സോ അതിനൊരു മാസ് ഉണ്ട്. ഇതിന് നിൽക്കാൻ ഒരു സ്പേസ് വേണ്ടേ? അതും വേണം. സോ നമ്മൾ ഇവിടെ ഇന്ന് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സംസാരിക്കാൻ പോകുന്നത് മാറ്ററിനെ കുറിച്ചാണ്. ഇപ്പോഴും ചിലർക്ക് ചില ഡൗട്ട് ഉണ്ടാവും, എന്താ സാറേ മാറ്റർ? മലയാളത്തിൽ ദ്രവ്യം എന്ന് പറയും. അതിനൊക്കെ പ്രശ്നമായല്ലോ. നോക്കാം അല്ലേ? നിങ്ങൾ ഇതുണ്ടല്ലേ, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. നിങ്ങളെല്ലാവരും കേട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഇവർക്ക് 3 പേർക്കും, ഇവർ 3 പേരെല്ലാം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ഇവർ 3 പേർക്കും എന്തുണ്ട് മക്കളെ, നിൽക്കാൻ സ്ഥലം ആവശ്യമാണ്, സ്പേസ് ആവശ്യമാണ് അല്ലേ? ഇനിയോ മാസ് ഇല്ലേ? ഉണ്ടല്ലോ. ചെറുതാണ് ഇല്ലേ? ചിലപ്പോൾ ചെറുതാവാം, ഗ്യാസിൻ്റെ കേസിൽ വളരെ ചെറിയ മാസ് ആവാം, എങ്കിലും ആ ഒരു മാസ് ഉണ്ടല്ലോ. യെസ്, അപ്പോൾ ഒരു മാസും ആവശ്യമുണ്ട്, ഒരു സ്പേസും ആവശ്യമുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇവരുടെ സ്പേസ്, ഇവരുടെ മാസ്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിച്ചത്. ഒറ്റ മിനിറ്റ്, ആ പേന അവിടെ പോയി. ഓക്കെ, സോ സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും ഗ്യാസിനെ കുറിച്ചും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ? സോ മലയാളത്തിൽ ഒന്നുകൂടെ പറയാം, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായി എന്തും ആവാം. ഓക്കെ, കണ്ടീഷൻ ഓൺലി 2 കണ്ടീഷൻ. എന്താ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവണം, ഉറപ്പായിട്ടും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, മാസും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും മാറ്ററെ എന്ന് വിളിക്കാം, അഥവാ ദ്രവ്യമേ വിളിച്ചോളൂ. എന്താണ്? ദ്രവ്യമേ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? സോ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം, മാറ്ററിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദ്രവ്യത്തെക്കുറിച്ചാണ് അല്ലേ? സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ടോപ്പിക്, അതായത് സോളിഡിനെ കുറിച്ച് നമുക്ക് പറയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും നേരിട്ട് പരിചയമുള്ള വ്യക്തിത്വമാണ് ആര്? സോളിഡ് അല്ലേ? ഫോർ എക്സാമ്പിൾ കല്ലായിക്കോട്ടെ അല്ലേ, അല്ലെങ്കിലോ എന്തും. ഇപ്പം ഞാൻ എൻ്റെ കൈ പിടിച്ച ഈ ഒരു പേന ആയിക്കോട്ടെ, ഈ റിമോട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ? സോളിഡ് ഷേപ്പാണ് അല്ലേ? ഒരു സാധനത്തെ എപ്പോഴാണ് നമ്മൾ സോളിഡ് ആണെന്ന് പറയാം അല്ലേ? ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം, എന്താണ്? ഒരു സോളിഡിനെയും ഒരു ലിക്വിഡിനെയും നമുക്ക് തിരിച്ചറിയാൻ പാകത്തിന് എന്തോ ഒന്ന് അതിലില്ലേ?
ഉണ്ടല്ലോ അല്ലേ? ദ്രാവകം, ഇതൊരു ദ്രാവകമാണ്, ഇതൊരു ദ്രാവകമാണ് അല്ലേ? ഇങ്ങനെ ഒഴുകുന്ന ദ്രാവകമാണ് അല്ലേ? അല്ല, ഒരു ഖരമാണ് നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതിനതിൻ്റെതായ എന്തുണ്ട്, കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലേ? നോക്കാം. എടാ മക്കളെ, സോളിഡ് ആവുമ്പോൾ അതിന് സ്പെസിഫിക് ആയ മാസ് ഉണ്ടാവും. മാസ് നിർബന്ധമാണ്, എല്ലാവർക്കും മാസ് ഉണ്ട് അല്ലേ? മാസ് ഉണ്ടാവും. പക്ഷേ സോളിഡിൻ്റെ, കേൾക്കണേ, ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. നമ്മൾ അവരെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യിക്കുന്ന ആ പോയിൻ്റാണ് പറയുന്നത്. സോളിഡിന് ഡെഫിനിറ്റായ ഒരു വോളിയം ഉണ്ടായിരിക്കും. അതായത് ഒരിക്കലും സോളിഡിൻ്റെ വോളിയം മാറാനേ പോകുന്നില്ല, ഡെഫിനിറ്റ് ആയിരിക്കും. അത് നിശ്ചിതമായ ഒരു വ്യാപ്തം അതിനുണ്ടായിരിക്കും. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ആ ഒരു സ്ഥലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും. സോ നിശ്ചിതമായ ഒരു മാസ് ഉണ്ടായിരിക്കും ആർക്ക്? സോളിഡിന് അല്ലേ? ഇനിയോ നിശ്ചിതമായ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അതിന് അല്ലേ? അതെന്താണ്? ഒരു നിശ്ചിതമായ ഒരു സ്പേസും ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ. സോ നമുക്ക് നോക്കാം. എന്താണ് ഹാസ് മാസ് ഉണ്ടോ? ഉറപ്പായിട്ടും മാസ് ഇല്ലെങ്കിൽ പിന്നെ മാറ്ററായി കൂട്ടാനേ പാടില്ല. മാസ് എന്തായാലും ഉണ്ട്. ഇനിയോ ഡെഫിനിറ്റായ നിശ്ചിതമായ ഒരു വോളിയം ഉണ്ടോ? ഉറപ്പല്ലേ? ഇതിന് ഈ വോളിയം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിൻ്റെ ഈ ഒരു വോളിയം, ഈ ഒരു സ്പേസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതിലപ്പുറം ഇത്ര സ്പേസ് ഇതിന് ആവശ്യമുണ്ടോ? ഇല്ല, ഇത്ര സ്പേസ് ഇതിന് ആവശ്യമുള്ളൂ അല്ലേ? സോ നിശ്ചിതമായ വോളിയം അതിനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വ്യാപ്തം ഉണ്ടായിരിക്കും. ഹാസ് എ പെർമനൻറ്റ് ഷേപ്പ്, എപ്പോഴും സ്ഥിരമായ പെർമനൻ്റായ ഒരിക്കലും മാറാത്ത ഒരു ഷേപ്പ് ഇല്ലേ? ഉണ്ട്. ഞാൻ ഈ പേന ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു പേനയുടെ രൂപത്തിലാണ്, നാളെ ഒന്ന് നോക്കുമ്പോൾ ഇതിന് വേറെന്തോ ഷേപ്പ്, അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. ഞാനിപ്പോൾ ഈ പേന ഈ ഗ്ലാസ്സിലിട്ട് വെച്ചു, അപ്പോഴോ ഷേപ്പ് മാറുന്നുണ്ടോ? ഇല്ല, പെർമനൻറ്റ് ഷേപ്പാണ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഇതെന്താണ്? പെർമനൻ്റ് ആയ ഒരു ഷേപ്പും ഉണ്ടായിരിക്കും ആർക്ക്? സോളിഡുകൾക്ക്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായ കാര്യം അല്ലേ? ഇനി നമുക്ക് ആരെക്കുറിച്ച് സംസാരിക്കാം? ലിക്വിഡ്. ഹായ് മിൽക്ക് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? ഒരു മിൽക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ നിറക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അല്ലേ? നമുക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ ഇതിലുണ്ട്. ഉറപ്പായിട്ടും ഇത് ദ്രാവകമാണ് നമുക്കറിയാം, ലിക്വിഡ് ആണ് നമുക്കറിയാം അല്ലേ? ദ്രാവകങ്ങൾക്ക് എന്താ, ദ്രാവകം ആയിക്കോട്ടെ, ഖരം ആയിക്കോട്ടെ, വാതകം ആയിക്കോട്ടെ, ആരാണെങ്കിലും എന്തുണ്ട്, അവർക്ക് എന്തുണ്ട്, ഒരു നിശ്ചിതമായ മാസ് ഉണ്ട്. സോ അതിൽ ഡൗട്ടൊന്നുമില്ല, മാസ് ഉണ്ട്. ഇനി ഡെഫിനിറ്റായ വോളിയം ഉണ്ടോ? ഉണ്ട് അല്ലേ? ഒരിക്കലും എന്താ പറയുക, നമ്മളൊരു കുപ്പിയിൽ പാൽ ഒഴിച്ച് വെച്ചു, ഒരു ദിവസം കഴിഞ്ഞ് വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ അതിൽ പാലിൻ്റെ എമൗണ്ട് പാല് കൂടുമോ? അതാണെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു അല്ലേ? ഭയങ്കര സുഖമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ദിവസം എന്ത് ചെയ്തു, ഇതിൽ 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് വെച്ചു അല്ലേ? ഇനി വലിയ ഒരു ഗ്ലാസ് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാണ്, ഇത് പാർന്നൊഴിച്ചു. കുറച്ച് നേരം നോക്കുമ്പോൾ ആ ഗ്ലാസ് മുഴുവൻ പാലുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ലല്ലേ? നമ്മൾ ഏത് പാത്രത്തിലെടുത്താലും അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തം സെയിം ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അല്ലേ? ഓക്കെ അല്ലേ? സോ എപ്പോഴും അതിൻ്റെ എന്താണ് അതിൻ്റെ വോളിയം സെയിം ആണ്, അഥവാ വ്യാപ്തം പെർമനൻ്റ് ആണ് അല്ലേ? ഡെഫിനിറ്റ് ആണ്. ഇനി പെർമനൻ്റ് ആയ ഒരു ഷേപ്പ് ഉണ്ടാവുമോ? ഷേപ്പ് ആകൃതി ഉണ്ടാവുമോ? ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ആ ഒരു പാൽ നിറച്ച കുപ്പിയിലുള്ള ആ ലിക്വിഡിൻ്റെ, ആ ദ്രാവകത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഈ കുപ്പിയുടെ ഷേപ്പാണ് അല്ലേ? ഈ കുപ്പിയുടെ ഷേപ്പാണ് ആർക്ക്? ഇപ്പോൾ ആ പാലിലുള്ളത്. ഇനി ആ പാല് ഞാൻ ഈ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചതെങ്കിലോ ഈ ഗ്ലാസിൻ്റെ ഷേപ്പായിട്ട് മാറും അല്ലേ? താഴ്ഭാഗത്ത് ചെറുത്, മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ പരന്നിട്ട് ഇങ്ങനെ കുറച്ച് വലുതായിട്ടുള്ള ഷേപ്പായിട്ട് മാറും. എപ്പോൾ? ഈ ഗ്ലാസ്സിലേക്ക്, ഈ കോപ്പയിലേക്ക് നമ്മൾ ഈ പാലിനെ ഒഴിച്ച് വെച്ചാൽ ഷേപ്പ് മാറും. പെർമനൻ്റ് ഷേപ്പാണോ? അല്ല അല്ലേ? ഇനിയോ ഞാൻ വലിയൊരു ചെമ്പിലേക്ക് ഒഴിക്കുകയാണ് പാല്, അപ്പോഴോ ആ പാല് പരന്നിങ്ങനെ നടക്കുന്നുണ്ടാവും അല്ലേ? എന്താ പറയുക, വലിയൊരു പൊറോട്ട പോലെ ഇട്ടുണ്ടാവും അല്ലേ? വലിയൊരു പൊറോട്ട പോലത്തെ ഷേപ്പ് ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ പെർമനൻ്റ് ആയ ഷേപ്പ് ഉണ്ടോ? ഇല്ല. ആരുടെ കാര്യമാണ് പറഞ്ഞത്? ലിക്വിഡിൻ്റെ കാര്യം, അഥവാ യെസ്, ദ്രാവകങ്ങളുടെ കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചത്. സോ ദ്രാവകങ്ങൾക്ക് എന്തില്ല മക്കളെ? പെർമനൻ്റ് ആയ ഷേപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ അല്ലേ? ശരി. ഇനിയോ അവസാനമായിട്ട് ഗ്യാസ് അല്ലേ? ഗ്യാസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുക പോലെ പുകഞ്ഞു പോകുന്ന, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഗ്യാസിനെ ആക്കിയത്. നമുക്കറിയാം ഓക്സിജൻ ഗ്യാസാണ് അല്ലേ? നൈട്രജൻ ഗ്യാസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ട്, കാർബൺ മോണോക്സൈഡും ഗ്യാസാണ്. പക്ഷേ അപകടകാരിയാണ് ആർക്ക്? മനുഷ്യന്മാർക്ക്. ഓക്കെ അല്ലേ? സോ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെയാണ് ഗ്യാസുകൾ. അവിടെ ഗ്യാസുകൾക്ക് മാസ് ഉണ്ടോ? അത് ഗ്യാസ് അല്ലേ? ഗ്യാസ് എന്ന് കരുതി മാസില്ല എന്ന് പറയാൻ തോന്നും, പക്ഷേ പറയരുത്. കാരണം എന്താ? മാസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്തല്ല, മാറ്ററായിട്ട് കൂട്ടാൻ പോലും പാടില്ല. മാസ് ഉണ്ട്, പക്ഷേ ചെറിയ മാസാവും ഉണ്ടാവുക, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? സോ മാസ് ഉണ്ട്. മാസിൻ്റെ കാര്യത്തിൽ നോ ഡൗട്ട് ഹാസ് മാസ്. ഇനിയോ ഡെഫിനിറ്റായ വോളിയം ഉണ്ടായിരിക്കുമോ?
നോക്കാം നമുക്ക് അല്ലേ. ഒരു 5 ലിറ്റർ കൊള്ളുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഒരു 5 ലിറ്റർ കൊള്ളാവുന്ന ഒരു എന്തുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്. അതിൽ നിറയെ ഗ്യാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ സിലിണ്ടർ ആയിക്കോട്ടെ, അതിൽ നിറയെ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. ആ 5 ലിറ്റർ അടങ്ങുന്ന ആ സിലിണ്ടറിലുള്ള മുഴുവൻ ഓക്സിജൻ ഗ്യാസിനെയും ഞാൻ 10 ലിറ്റർ അടങ്ങുന്ന സിലിണ്ടറിലേക്ക് ഒരു തരി പോലും വേസ്റ്റ് ആവാതെ, ഒരു തരി പോലും പുറത്തു പോവാതെ നേരെ ട്രാൻസ്ഫർ ചെയ്താൽ ആ ഗ്യാസിൻ്റെ വോളിയം ഇന്നു മുതൽ എന്തായിട്ട് മാറും, 10 ലിറ്റർ ആണെന്ന് പറയും. ആ ഗ്യാസിൻ്റെ വ്യാപ്തം ഇന്നു മുതൽ 10 ലിറ്റർ ആണെന്ന് പറയും അല്ലേ. അപ്പോൾ 5-ൽ നിന്നും 10ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 5 ലിറ്റർ കൊള്ളുന്ന സിലിണ്ടറിൽ നിന്നും 10 ലിറ്റർ കൊള്ളുന്ന സിലിണ്ടറിലേക്ക് ഞാൻ മാറ്റിയാൽ ആ ഗ്യാസിൻ്റെ വ്യാപ്തവും മാറും. സോ ഒരു ഡെഫിനിറ്റായ വോളിയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ അല്ലേ. ഇനിയോ പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടോ? ഷേപ്പ് തന്നെ പറയാൻ പറ്റുമല്ലോ അല്ലേ. ആകെ അങ്ങനെ ഫുൾ ഇപ്പോൾ പുക അല്ലേ, സ്മോക്ക്. അതിൻ്റെ ഷേപ്പ് എന്താ, എന്ത് ഷേപ്പാ, എന്തോ ഷേപ്പ് അല്ലേ. അപ്പോൾ പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടോ? അതും ഇല്ല. ഓക്കെ അല്ലേ. ഇത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കപ്പോൾ ഗ്യാസിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും സോൾഡിനെ കുറിച്ചും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണം അല്ലേ. ഓക്കെ അല്ലേ. ഇനി ഒരു 2 വാക്ക് കൂടെ പറയാൻ നിങ്ങളെന്നെ അനുവദിക്കണം. അതായത് നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ കൂടെ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു പോകാൻ താല്പര്യമുണ്ടോ? ഇതുപോലെ കൺസെപ്റ്റുകൾ പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എജ്യൂപോർട്ട് റെഡിയാണ്. സോ നിങ്ങൾ എന്താവണം, എജ്യൂപോർട്ടിൻ്റെ കൂടെ കൂടുക. അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ 8ാം ക്ലാസ് പഠിക്കണം അല്ലേ. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ സാർ ഇത് ഇപ്പോഴത്തെ സംഭവമാണോ, അങ്ങനെയും ചിന്തിക്കാം. അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ ഞാൻ എന്ത് ചെയ്യാണ്, പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോവുകയാണ് എന്നും തീരുമാനിക്കാം. തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്. റിസൾട്ട് ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എജ്യൂപോർട്ടിൻ്റെ മക്കൾ 8ാം ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് കുറേ നേരം ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ നടക്കണം. അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയം എഫക്റ്റീവ് ആവണം. അതിന് പെർഫെക്റ്റായ പ്രോപ്പറായ ഒരു പ്ലാന് വേണം. അപ്പോൾ ആ ഒരു പ്ലാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എജ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങൾ കാണാൻ വരുന്നുണ്ട്. ജൂൺ 4-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, എജ്യൂപോർട്ടിൻ്റെ 8ാം ക്ലാസ് ചാനലിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ പ്ലാൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ പ്രകാരം നന്നായിട്ട് പോയാൽ മാത്രം മതി. ആ പ്ലാൻ പ്രകാരം നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയാൽ മാത്രം മതി. എന്നാൽ എന്തുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും മക്കളെ, ഉറപ്പാണ്. സോ എന്ത് ചെയ്യുക, ജൂൺ 4-ാം തീയതി എല്ലാവരും കൊണ്ട് പോയാൽ. ഇനി കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. എന്തിനാ സാറേ വാട്സപ്പ് കമ്മ്യൂണിറ്റി? അതിൻ്റെ അടിയിൽ ആ ഗ്രൂപ്പിൽ ചേർന്ന് നമുക്ക് എന്തെന്നറിയോ, ആ കമ്മ്യൂണിറ്റി ചേർന്ന് എന്തെന്നറിയോ, ഓരോ ലൈവിൻ്റെയും ശേഷം വരുന്ന നോട്ട്സ് വളരെ ഉപകാരമാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ച് സ്ക്രോൾ ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. പിന്നെയോ കുറേ അപ്ഡേറ്റ്സ് കിട്ടും. 8ാം ക്ലാസ് റിലേറ്റഡായ കുറേ അപ്ഡേറ്റ്സ് കിട്ടും. പഠന സംബന്ധമായതും നമ്മളെ കരിക്കുലറായതും കരിക്കുലറായതും കുറേ തമാശകളും രസകരമായ കുറേ ഡിസ്കഷൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി എജ്യൂപോർട്ട് ഫാമിലിയിൽ ഒരു അംഗമായിട്ട് മാറുക. മാത്രമല്ല എജ്യൂപോർട്ടിൻ്റെ 8ാം ക്ലാസ് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് കാണാം. സോ ഓൾ ദി ബെസ്റ്റ്, സീ യു സൂൺ.